മക്കളെ ബോർഡ് മാസിൽ കുറച്ച് കുട്ടികൾ സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. ബോർഡ് മാസിന് ബ്രാക്കറ്റ് വരുന്ന ചോദ്യങ്ങൾ സംശയമുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ബോർഡ് മാസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. വിളിച്ചിരിക്കുന്ന കുട്ടികൾ ബോർഡ് മാസിലെ ബ്രാക്കറ്റ് എടുക്കുന്ന ദിവസം ക്ലാസ്സിൽ വരാത്തതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ബോർഡ് മാസിൻ്റെ കാര്യങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ബോർഡ് മാസ് അതായത് ഒരേ ലൈനിൽ ഒന്നിൽ അധികം ക്രിയകൾ വരുമ്പോൾ, ഇവിടെ കുറയ്ക്കൽ, ഹരിക്കൽ, കൂട്ടൽ, ഗുണിക്കൽ, കൂട്ടൽ, ഒരേ ലൈനിൽ ഒന്നിൽ അധികം ക്രിയകൾ വരുമ്പോൾ അവിടെ സാധാരണ ക്രിയകളല്ല വേണ്ടിയത്, അവിടെയാണ് ബോർഡ് മാസ്. ഈ ബോർഡ് മാസ് പറയുന്നത് ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ചെയ്യണം, അത് കഴിഞ്ഞ് ഓർഡർ അത് നമുക്കില്ല. അതായത് 6th ക്ലാസ്സിൽ ഓർഡർ ഇല്ല. പിന്നെ ഡിവിഷൻ ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, അഡീഷൻ ചെയ്യണം, സബ്സ്ട്രാക്ഷൻ ചെയ്യണം. ബോർഡ് മാസിൽ ബി ബ്രാക്കറ്റ് കളയലാണ്, ഓർഡറാണ്. അത് ഇൻഡിസസിൽ വരുന്നതാണ്. നമുക്ക് 7th ക്ലാസ്സിൽ അപ്വേർഡ് മാത്രമേ അതുള്ളൂ. അപ്പോൾ നമുക്കിത് നോക്കാം. ആദ്യം നിങ്ങൾ നോക്കേണ്ടത് എവിടെയെങ്കിലും ഹരിക്കണം ഉണ്ടെങ്കിൽ അവിടെ അടിയിൽ വരയണം. ഒരു കാരണം വന്നു, അവിടെ അടിയിൽ വരണം. ഒരു കാരണം വന്നു, അടിയിൽ വരണം. ഇപ്പോൾ അടിയിൽ വരെയുള്ളത് മാത്രമേ നമ്മൾ ഇനി ചെയ്യാൻ പാടുള്ളൂ. 8 ഹരിക്കണം, 8 കുറയ്ക്കണം, ഇവിടെ അടിയിൽ വരയില്ല. 8 കുറയ്ക്കണം. 6 ഹരിക്കണം 3, അടിയിൽ വരയിട്ടു. 6 ഹരിക്കണം 3 2ആണ്. കൂട്ടണം, വരയില്ല. ഗുണിക്കണം, വരയില്ല. 4 ഗുണിക്കണം 2. കാരണം ഒഴികെ മറ്റൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. 6 ഹരിക്കണം 3 2. ഫസ്റ്റ് സ്റ്റെപ്പ് കവർ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കവർ ചെയ്യുമ്പോൾ ഡിവിഷൻ ഉണ്ടെങ്കിൽ, ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് തോന്നിയാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ കവർ ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് കവർ ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനാണ്. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഇല്ല, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഇല്ല, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഇല്ല. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഒഴിവാകുമ്പോൾ സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ആവും. 8 കുറയ്ക്കണം 2 കൂട്ടണം 4 ഗുണിക്കണം 2 8 കൂട്ടണം 2. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഒഴിവായി. ഫസ്റ്റ് സ്റ്റേജിൽ ഡിവിഷൻ ഒഴിവായി. എപ്പോഴും ഡിവിഷൻ വേണമെന്നില്ല കേട്ടോ, ഡിവിഷൻ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം. 2 മൾട്ടിപ്ലിക്കേഷൻ ഒഴിവാക്കി. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിലേ ഒഴിവാക്കേണ്ടതുള്ളൂ, ഇല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതില്ല. ഇനി എഡീഷൻ. 8 കുറയ്ക്കണം 2 2 കൂട്ടണം 8. 2 മാർഗമുണ്ട്. ഒന്നുകിൽ കൂട്ടേണ്ടത് മാത്രം ആദ്യം നമുക്ക് എഴുതാം. 8 കൂട്ടണം 8 കൂട്ടണം 2 കുറയ്ക്കണം 2. ഇങ്ങനെ എഴുതുന്നത് എളുപ്പമാണ്. അപ്പോൾ കൂട്ടലൊക്കെ ആദ്യം എഴുതുക, കുറയ്ക്കൽ അവസാനം എഴുതുക. 8ഉം 8ഉം 16, 16ഉം 2ഉം 18, 18ൽ നിന്ന് 2 കുറച്ചാൽ 16. ഉത്തരം കിട്ടേണ്ടത് 16 ആണ്. ഇനി ഒരു കുട്ടി തെറ്റായി ചെയ്യുന്നുവെങ്കിൽ 8 കുറയ്ക്കണം 6 2, 2നെ 3 കൊണ്ട് ഹരിക്കാൻ കുട്ടി ശ്രമിക്കും, സാധ്യമല്ല. അവിടെ ക്രിയ തീരും, തുടർന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ ബോർഡ് മാസ് ആണെങ്കിൽ ക്രിയ മുന്നോട്ട് പോകും, 16 എന്ന ഉത്തരം കിട്ടും. അപ്പൊ നിങ്ങൾ ഒരു കടലാസിലേക്ക് ഈ കണക്ക് മാറ്റി എഴുതി ഒന്ന് ചെയ്തിട്ട് 16 എന്ന ഉത്തരം കിട്ടുമോ നോക്കാം. ബ്രാക്കറ്റ് ഇല്ലാത്ത ഒരു കണക്ക് കൂടി കാണിച്ചു തരാം. 4 കുറയ്ക്കണം 2 ഗുണിക്കണം 2 കൂട്ടണം 3 ഹരിക്കണം 7. ഇവിടെ ബോർഡ് മാസം ഉണ്ട്. നമുക്ക് ഡിവിഷൻ ബോർഡ് മാസം ഉണ്ടോ നോക്കാം. ഒരു ഡിവിഷൻ ബോർഡ് മാസം ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ വരച്ചു. നമുക്കത് മാത്രം ചെയ്യാം. 4 കുറയ്ക്കണം 2 ഗുണിക്കണം 2 കൂട്ടണം 3 ഹരിക്കണം 3 1 കൂട്ടണം 7. ഇനി മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് മാസം ഉണ്ടോ നോക്കണം. ഉണ്ട്. അപ്പൊ അത് മാത്രം ചെയ്യാം. 4 കുറയ്ക്കണം
2 ഗുണിക്കണം 2 4 കൂട്ടണം 1 കൂട്ടണം 7. ഇനി കൂട്ടണം സംഖ്യ മാത്രം എഴുതാം. 4 എന്താ? ആദ്യത്തെ സംഖ്യ എന്താണെങ്കിലും ആദ്യം എഴുതണം. കൂട്ടണം 1 കൂട്ടണം 7 കുറയ്ക്കണം 4. അപ്പോൾ ആദ്യത്തെ സംഖ്യ എന്താണെങ്കിലും അങ്ങ് എഴുതുക. എന്നിട്ട് കൂട്ടണം ഉണ്ടെങ്കിൽ കൂട്ടണം എഴുതുക, കൂട്ടണം ഇല്ലെങ്കിൽ കുറയ്ക്കണം എഴുതുക. 4ഉം 1ഉം 5, 5ഉം 7ഉം 12, 12ൽ നിന്ന് 4 കുറച്ചാൽ 8. ഇത്രയുള്ള മക്കളെ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത കാര്യമാണ്. ഒറ്റ സ്റ്റെപ്പിൽ ഉത്തരം ചെയ്യരുത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യണം, സെക്കൻഡ് സ്റ്റെപ്പ് മൾട്ടിപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം, തേർഡ് സ്റ്റെപ്പ് എഡീഷൻ കംപ്ലീറ്റ് ചെയ്യണം, ഫോർത്ത് സ്റ്റെപ്പ് സബ്സ്ട്രാക്ഷൻ കുറയ്ക്കൽ കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഇതിലെ മുകളിലേക്ക് ഒരു സ്റ്റെപ്പും കൂടി വരാം. ബോർഡ് മാസം 5 സ്റ്റെപ്പ് ഉണ്ട്. ബോർഡ് മാസത്തിന് 6 സ്റ്റെപ്പാണുള്ളത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 5 സ്റ്റെപ്പ്. അപ്പൊ നമുക്ക് ബ്രാക്കറ്റ് എന്ന സ്റ്റെപ്പിലേക്ക് കൂടി ഇത് പോയി നോക്കാം. ഇവിടെ ഈ കണക്ക് ചെയ്യുമ്പോൾ ബ്രാക്കറ്റിൽ സംശയമുണ്ട് എന്ന് പറയുന്ന കുട്ടികൾ, ബ്രാക്കറ്റ് എടുക്കുമ്പോൾ ക്ലാസ്സിൽ വരാത്ത കുട്ടികൾ ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ചെയ്തിട്ട് മാത്രമേ ബാക്കി കാര്യങ്ങൾ ചെയ്യാവൂ. ബ്രാക്കറ്റിനകത്തേക്ക് കയറിയാൽ അവിടെയും ബോർഡ് മാസമുണ്ട്. ഇവിടെ 4 കൂട്ടണം 3 ഹരിക്കണം 3, 3 ഹരിക്കണം 3 ഇവിടെ ചെയ്യണം. ഇങ്ങോട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ നമുക്ക് ഇത് ചെയ്യാം. 4 കൂട്ടണം 3 ഹരിക്കണം 3 1 ബ്രാക്കറ്റ് ഒഴിവായി. ഇനി ബാക്കിയുള്ള അങ്ങനെ എന്തെങ്കിലും എഴുതാം. 3 ഗുണിക്കണം 2 കൂട്ടണം 16 ഹരിക്കണം 2. ഇപ്പോൾ നമ്മൾ നോക്കുക, ബ്രാക്കറ്റ് ഇല്ല. അതായത് ബ്രാക്കറ്റ് എന്ന ബോർഡ് മാസ് സ്റ്റെപ്പ് ഒഴിവായി. ഇത് നമുക്ക് ഒറിജിനൽ ബോർഡ് മാസ് നോക്കാം. ഹരണം ഉണ്ട്. 4 കൂട്ടണം 1 കുറയ്ക്കണം 3 ഗുണിക്കണം 2 കൂട്ടണം 16 ഹരിക്കണം 2 8. ഹരണം എന്ന ബോർഡ് മാസ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഗുണനം വരുന്നു. 4 കൂട്ടണം 1 കുറയ്ക്കണം 3 ഗുണിക്കണം 2 6 കൂട്ടണം 8. ഇപ്പോൾ ഗുണനം എന്ന ബോർഡ് മാസം തീർന്നു. ഇനി കൂട്ടൽ. 4 ആദ്യം എഴുതണമെന്ന് ഞാൻ പറഞ്ഞു. കൂട്ടണം ഒന്നുണ്ട്, എഴുതണം. ഇത് കുറയ്ക്കണമാണ്, എഴുതാൻ പാടില്ല. കൂട്ടണമാണ്, എഴുതണം. പിന്നെ കുറയ്ക്കണം, എഴുതണം. ഇനി നേരിട്ട് ചെയ്താൽ മതി മക്കളെ. 4ഉം 1ഉം 5, 5ഉം 8 13, 13 6 കുറയ്ക്ക് 7. ഉത്തരം 7. ബ്രാക്കറ്റ് വരുന്ന ഒരു കണക്ക് കൂടി ചെയ്ത് കാണിച്ചു ചെയ്യാം. ഇവിടെ ബ്രാക്കറ്റ് വന്ന ബോർഡ് മാസാണ്. അപ്പൊ ബ്രാക്കറ്റിനെ നമ്മൾ ആദ്യം ഒഴിവാക്കണം. ബ്രാക്കറ്റിനകത്ത് ബോർഡ് മാസം ഉണ്ട് എന്ന കാര്യം ആലോചിക്കണം. ബ്രാക്കറ്റിന് പുറത്തല്ല. ആദ്യം ബ്രാക്കറ്റിനകത്തുള്ള ബോർഡ് മാസം നമ്മൾ ചെയ്യണം. അതിനുശേഷം ബ്രാക്കറ്റിന് പുറത്തുള്ള ബോർഡ് മാസം ചെയ്യണം. അപ്പൊ ബ്രാക്കറ്റിനകത്തുള്ള ബോർഡ് മാസം മാത്രം നമുക്ക് ചെയ്യാം. 10 കുറയ്ക്കണം 3 ഗുണിക്കണം 2. ബ്രാക്കറ്റ് വന്നു. ബ്രാക്കറ്റിനകത്ത് ആദ്യം ഹരണം ചെയ്തു. 6 ഹരണം 2 3 കുറയ്ക്കണം 1 ഗുണനം 2. 10 കുറയ്ക്കണം 3 ഗുണിക്കണം 2 കുറയ്ക്കണം 3 കുറയ്ക്കണം 1 ഗുണിക്കണം 2. ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഒഴിവാക്കാൻ പറ്റുമോ നോക്കാം. 10 കുറയ്ക്കണം 3 ഗുണിക്കണം 2 3 കുറയ്ക്കണം 1 ഗുണിക്കണം 2 1. ഇപ്പോൾ നമ്മുടെ ബ്രാക്കറ്റ് ഒഴിവായി പോവുക. 10 കുറയ്ക്കണം 3 ഗുണിക്കണം 2 കുറയ്ക്കണം 3ൽ നിന്ന് 2 കുറച്ചാൽ 1. ബോർഡ് മാസം ഒഴിവായി. ഹരണമില്ല, ഗുണനം തുടരാം. 10 കുറയ്ക്കണം 3 ഗുണിക്കണം 2 6 കുറയ്ക്കണം 1. 10 മാത്രമേ കൂട്ടണമുള്ളൂ, ബാക്കി എല്ലാം കുറയ്ക്കണം. അപ്പൊ നമുക്ക് കുറയ്ക്കാം. 10 കുറയ്ക്കണം 6 4, 4 കുറയ്ക്കണം 1 3. അപ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. ബ്രാക്കറ്റ് ബോർഡ് മാസ് അധികവും നിങ്ങൾക്ക് വരാറില്ല.
ബ്രാക്കറ്റ് ഇല്ലാത്ത ബോർഡ് മാസം വരാറ്. എന്നാലും ഇത് വന്നുകൂടാന്നില്ല. നിങ്ങളുടെ സിലബസിൽ ബ്രാക്കറ്റുള്ള ബോർഡ് മാസം ഉണ്ട്. ബ്രാക്കറ്റിനകത്ത് ചിലപ്പോൾ ഭിന്നസംഖ്യകൾ വരുന്ന ബോർഡ് മാസം അപൂർവമായിട്ട് വരാറുണ്ട്. അപ്പോൾ ബോർഡ് മാസിനെ ശ്രദ്ധിക്കണം. നാളെ ക്ലാസ്സിൽ ബോർഡ് മാസം ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഉച്ചയ്ക്ക് ശേഷം പരീക്ഷയും, ശനിയാഴ്ച ഉച്ചവരെ ക്ലാസ്സും, ഉച്ചയ്ക്ക് ശേഷം പരീക്ഷയുമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം നന്നായി കൂട്ടൽ പട്ടികയും ഗുണിക്കൽ പട്ടികയും പഠിച്ചിട്ട് വരിക. ബാക്കി ഒന്നും നിങ്ങൾ പഠിക്കണ്ട. ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചു തരുന്ന ഓർമ്മ വെച്ചിട്ടാണ് ഉത്തരം എഴുതേണ്ടത്. നിങ്ങൾ വീട്ടിൽ നിന്ന് അധ്വാനിച്ച് ഒരു കാര്യവും പഠിക്കാനില്ല. ക്ലാസ് അറ്റൻഡ് ചെയ്യുക മാത്രമാണ് നിങ്ങളുടെ പണി. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഗുണനപ്പട്ടികയും കൂട്ടൽ പട്ടികയും അറിയാതെ ക്ലാസ്സിൽ വരുന്നവരെ ഞാൻ കണ്ടുപിടിക്കും. പേരെന്തിനെ ഞാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പം നിങ്ങളുടെ കണക്കിൽ മാർക്ക് കുറയുമ്പോൾ എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ പട്ടിക കടലാസെടുത്ത് കയ്യിലോട്ട് പോകും. കാരണം പട്ടിക പഠിപ്പിക്കാൻ ഞാൻ പേരൻസിനോട് പറഞ്ഞിരുന്നു. നിങ്ങളോട് 100 തവണ ഞാൻ പറഞ്ഞു, കണക്കിൻ്റെ അടിസ്ഥാനം ഗുണനപ്പട്ടികയും കൂട്ടൽ പട്ടികയുമാണ്. കൂട്ടൽ പട്ടികയ്ക്ക് ചില ടെക്നിക്ക് മാർഗങ്ങളുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഗുണനപ്പട്ടികയ്ക്ക് ഒരു ടെക്നിക്കും ഇല്ല. നമ്മൾ പഠിച്ചേ പറ്റൂ. അപ്പോൾ ശനിയാഴ്ച നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മാർക്ക് 25 മാർക്കാണ് കണക്കിന് വേണ്ടത്. ജയിക്കാൻ വേണ്ട മാർക്ക് 12 മാർക്കാണ്. 12 മാർക്ക് കിട്ടാത്ത കുട്ടികൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് എന്നോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതിയ പട്ടിക ഞാനങ്ങ് എടുത്തു തരും. ഓക്കെ? അപ്പോൾ അത്ര ശ്രദ്ധിച്ച് നാളെയും മറ്റന്നാളും, ഇന്ന് വൈകിട്ട്, നാളെ രാവിലെ, നാളെ വൈകിട്ട് പട്ടിക വളരെ നന്നായി ട്വിസ്റ്റ് ചെയ്ത് പഠിച്ചിട്ട് വിടം വരാൻ. ഇനി നമുക്ക് ഇന്നൊരു പാഠഭാഗം കൂടി തീരാനുണ്ട്. ട്രെയിൻ പാലം കിടക്കുന്ന സമയം. അത് വളരെ നന്നായി ശ്രദ്ധിച്ച്, അത് പരീക്ഷയ്ക്ക് ഉറപ്പാണ്. നാളത്തെ പരീക്ഷയ്ക്കോ ശനിയാഴ്ചത്തെ പരീക്ഷയ്ക്കോ ഉണ്ടാവും. നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. കൂടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പേരൻസിൻ്റെ കൂടെ സഹായം തേടുക. എന്നിട്ടും മനസ്സിലാകാത്തവർക്ക് ശനിയാഴ്ച ഞാൻ ക്ലാസ്സിൽ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ 2-3 കണക്ക് ഞാൻ പറഞ്ഞുതരാം. നല്ലോണം ശ്രദ്ധിക്കുക. അല്പം ബുദ്ധിയും കൂടി വേണം അതിന്. അപ്പോൾ പേരൻസിൻ്റെ സഹായം കൂടി നിങ്ങൾക്ക് തേടാം. ഓക്കെ, നമുക്ക് അത്തരം കണക്കിലേക്ക് പോകാം.